ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. റവ ദോശയാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ റവ ദോശയാണ്. നല്ല ടേസ്റ്റുള്ള നല്ല മുരിഞ്ഞിരിക്കുന്ന റവ ദോശയാണ്. അപ്പോൾ ഇതുവരെയ്ക്കും റവ ദോശ ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റവ ദോശ ഉണ്ടാക്കാൻ പറ്റും. എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. 1/2 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ വറുത്ത റവയാണ് എടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് 1/2 കപ്പ് തന്നെ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പത്തിരിപ്പൊടിയോ ഇടിയപ്പത്തിൻ്റെ പൊടിയോ ഒക്കെ ഉണ്ടാവുമല്ലോ, പാക്കറ്റിലൊക്കെ വാങ്ങിക്കുന്നത്, അതായാലും മതി. അല്ലെങ്കിൽ പൊടിപ്പിച്ചിട്ട് നന്നായിട്ട് വറുത്ത് വെച്ചിരിക്കുന്നതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് കപ്പ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഗ്ലാസ്സോ അല്ലാന്നുണ്ടെങ്കിൽ കപ്പോ എന്തായാലും ഏത് അളവാണോ എടുക്കുന്നത് എല്ലാം ആ ഒരു അളവിൽ എടുത്തിരുന്നാൽ മതി. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ നമുക്ക് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ ബ്രൗണിൽ നമുക്ക് ദോശ കിട്ടും. അതിലേക്ക് തന്നെ നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. നല്ല സ്മൂത്ത് ആയിട്ടുള്ള തൈര് എടുക്കുക കേട്ടോ, നല്ലത്. നല്ല പുളിയുള്ള തൈരാണ്. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ജീരകം അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കുരുമുളക് എടുത്ത് ജസ്റ്റ് ഒന്ന് കുത്തി ചതച്ചാൽ മതി, പൊടി ഇടണ്ട. ഇനി അതിലേക്ക് നമുക്ക് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ ഈ ഒരു ദോശ ഉണ്ടാക്കുമ്പോഴത്തേക്കും. ഇനി നമ്മൾ ചേർക്കുന്നത് 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്, അതിട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1-2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. പിന്നെ പച്ചമുളക് എരിവ് നോക്കിയിട്ട് വേണം കേട്ടോ ഇടാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 പച്ചമുളകാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കാം. അതിപ്പോൾ ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ ഒക്കെ ഉണ്ടാകും. ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് നുറുക്കിയതാണ്, അതിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മല്ലിയില ചെറുതായിട്ടൊന്ന് നുറുക്കിയതും ഇട്ട് കൊടുക്കാം. ഒരു 2 തണ്ട് മല്ലിയിലൊക്കെ ഉണ്ട്, അത് മതി. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി റവയുടെ കട്ടകളൊന്നും ഇല്ലാത്ത തരത്തിൽ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. അതിപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കണം. ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. 20 മിനിറ്റ് ആയാലും മതി. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴാണ് റവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്നൊന്ന് വീർത്ത് വരും. അത് മാത്രമല്ല നമ്മൾ ഈ ഇട്ടിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി ഇതിൻ്റെ എല്ലാം ഫ്ലേവർ ശരിക്കും ആ ഒരു ബാറ്ററിലോട്ട് ഇറങ്ങിയിട്ട് നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും ഒക്കെ കിട്ടും. ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 20 മിനിറ്റ് ആയാലും മതി. അപ്പോൾ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേക്കും കണ്ട റവയൊക്കെ നന്നായിട്ടൊന്ന് വീർത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് കുറച്ചുകൂടി തിക്കായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു കാര്യമൊക്കെ നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ തലേദിവസം ചെയ്യാം കേട്ടോ. തലേദിവസം ചെയ്ത് ഇതുപോലെ അരമണിക്കൂർ പുറത്ത് വെച്ചതിന് ശേഷം നമ്മൾ അങ്ങനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. ഫ്രിഡ്ജിൽ വെച്ച് രാവിലെ തണുപ്പ് മാറിയതിന് ശേഷം മാത്രം ഉണ്ടാക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ വെള്ളം പോരാ, ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നുമില്ല, നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഇതുപോലത്തെ മെഷറിംഗ് കപ്പ് ഉണ്ടെങ്കിൽ ഈ മെഷറിംഗ് കപ്പ് കൊണ്ട് നമുക്ക് കോരി ഒഴിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഗ്ലാസ് ഉണ്ടെങ്കിൽ ഗ്ലാസ് കൊണ്ട് കോരി ഒഴിക്കാം. അല്ലെങ്കിൽ തവി ഉണ്ടെങ്കിൽ വലിയ തവി ആയിരുന്നാൽ അത് തവിയായിരുന്നാലും മതി. അത് എല്ലാവരുടെ അടുത്തും വലിയ തവി ഉണ്ടാവണമെന്നില്ല. ചെറിയ തവി ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ദോശക്കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ ഒരു ദോശ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ദോശക്കല്ല് നല്ല ചൂടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒഴിച്ചാൽ ആ ഒരു കറക്റ്റ് ആ ഒരു ടെക്സ്ചറിലൊക്കെ നമുക്ക് റവ ദോശ കിട്ടുള്ളൂ. അതുകൊണ്ട് നല്ല ലൂസായിട്ടാണ് മാവിരിക്കുന്നത്. നമുക്കിനി ഒരു ഗ്ലാസ് വെച്ച് കോരി ഒഴിച്ചു കൊടുക്കാം. ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ റവ അടിയിൽ പോയി കിടക്കുക, അറിയാലോ, റവയല്ലേ. നമുക്ക് ഒരു 1/2 ഗ്ലാസോളം എടുത്തിട്ടുണ്ട്. അതിന് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. സാധാരണ വെള്ളമൊക്കെ കോരി ഒഴിക്കുന്ന പോലെ തന്നെ ഇച്ചിരി അങ്ങ് മുകളിലോട്ട് പൊക്കി പിടിച്ച് വേണം. സാധാരണ ദോശമാവ് ഒഴിക്കുന്ന പോലെയല്ല, കുറച്ചൊന്ന് പൊക്കി പിടിച്ച് ഇങ്ങനെ അങ്ങ് ഒഴിച്ചെടുത്താൽ മതി. ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പക്ഷേ എന്നാൽ കഴിച്ചാൽ നമ്മൾ ശരിക്കും റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാം. ഒഴിച്ച് ഒന്ന് കഴിയുമ്പോഴത്തേക്കും ആ മാവെല്ലാം ഒന്ന് വറ്റിയിട്ടുണ്ടാവും. അപ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് ആ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. റൈസ് ബ്രാൻ ഓയിലാണെങ്കിൽ, ഒലീവ് ഓയിലാണെങ്കിൽ, സൺഫ്ലവർ ഓയിലാണെങ്കിൽ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ബട്ടറാണുള്ളതെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഓയിൽ ഒഴിക്കുമ്പോൾ ഇച്ചിരി കൂടുതൽ ഒഴിക്കണം കേട്ടോ. പക്ഷെ നന്നായിട്ട് അങ്ങ് ഒഴിക്കണം. അപ്പോൾ മാത്രമേ നല്ല മുരിഞ്ഞിട്ടുള്ള ആ ഒരു റവ ദോശ നമുക്ക് ആ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ കിട്ടുള്ളൂ. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. കാരണം ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ നമുക്ക് ആ മുരിഞ്ഞ് കിട്ടാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം ഒരു മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. തീരെ ഓയിലാക്കണ്ട, എന്ന് കൂടുതൽ സമയം എടുക്കുമല്ലോ. അതുകൊണ്ട് ഇതിപ്പം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ഇങ്ങനെ ഇവിടെ തന്നെ കാണുന്നുണ്ട്. നമുക്ക് മറച്ചൊന്നും ഇട്ട് കൊടുക്കണ്ട. നമുക്കിങ്ങനെ തന്നെ അങ്ങ് എടുത്ത് പതുക്കെ അങ്ങ് മടക്കി ഇങ്ങെടുത്ത് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം.
നമുക്ക് അടുത്ത ദോശയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഒന്ന് തുടച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മാവ് എടുക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ഒന്നുകൂടെ ഒന്ന് ആ ഗ്ലാസ് വെച്ച് തന്നെ ഒന്ന് ഇളക്കിയാൽ മതി. ഇളക്കിയിട്ട് നമുക്ക് അതേപോലെ ഒരു അര ഗ്ലാസ് എടുത്തിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അര ഗ്ലാസ് മുഴുവനും വേണ്ടി വരില്ല, കുറച്ച് അങ്ങോട്ട് പൊക്കി അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഈസിയാണ്. ഇപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു 1-2 ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചിലപ്പോൾ ഫസ്റ്റ് ട്രൈയിൽ തന്നെ ശരിയാവുകയും ചെയ്യും. ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നല്ല ചൂടുള്ള ദോശക്കല്ലായിരിക്കണം. എങ്കിൽ മാത്രമേ ആ തൊളയായിട്ട് ആ ഒരു പെർഫെക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് ഈ ഒരു റവ ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒഴിക്കാൻ നേരത്ത് തീ കൂട്ടി വെച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. ശരിക്കും നല്ലൊരു മണമാണ് കേട്ടോ ഈ ഒരു റവദോശ ഉണ്ടാക്കുന്ന സമയത്ത്. റവദോശയുടെ മാവ് നമ്മൾ കുറച്ച് സമയം വെച്ച് നമ്മൾ തുറന്ന് എടുക്കില്ലേ, ആ സമയത്തും നല്ലൊരു എന്താ പറയുക, പച്ചമോരൊക്കെ നമ്മൾ പച്ചമുളകൊക്കെ ഇട്ട് അടിച്ചിട്ടൊക്കെ എടുക്കുന്ന സമയത്ത് നല്ലൊരു മണം വരില്ലേ, ആ ഒരു സ്മെല്ല് വരും അതിൽ കേട്ടോ. ആ ഒരു സ്മെല്ല് ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് അതിന്. ഇപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കുവാണെങ്കിലും നല്ല സ്മെല്ലാണ്. ആയിട്ടുണ്ട്. നമുക്ക് മടക്കിങ്ങെടുക്കാം. ഉണ്ട് നല്ല മുരിഞ്ഞിരിക്കുന്ന റവദോശ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടുത്തതും കൂടി ഒന്ന് ഒഴിച്ചിട്ട് പോകാം. അതവിടെ ഇരുന്ന് ആയിക്കോളൂ. നമ്മളിതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കണമെന്നൊന്നുമില്ല. ഇട്ടിട്ട് ഓയിൽ ഒഴിച്ച് തീ കുറച്ചിട്ടിട്ട് അങ്ങ് പോയാൽ മതി. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ദോശ ഒന്ന് മുറിച്ചെടുക്കാം. കണ്ടോ നല്ല മുരിഞ്ഞിരിക്കുന്ന കിരികിരാന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇനി നമുക്ക് ചമ്മന്തി ഒഴിച്ചു കൊടുക്കാം. ഞാൻ നല്ല വെള്ള ചമ്മന്തി അരച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങയും ഒരു പച്ചമുളകും 2 ചുവന്നുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഉപ്പൊക്കെ ഇട്ട് ഒന്ന് അരച്ചെടുത്താണ്. നെയ്റോസ്റ്റിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഞാൻ പിന്നെയും കാണിക്കാത്തത്. നല്ല ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തി. ഇതിന് ഇല്ലാന്നുണ്ടെങ്കിൽ ഉണക്കമുളക് അരച്ച ചമ്മന്തി ആയാലും ഏതായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ചുകൂടെ എനിക്കിഷ്ടം ഇതാണ്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. അടിപൊളിയാണ്. നല്ല മുരിഞ്ഞിരിക്കുന്ന റവദോശയാണ്. പിന്നെ അത് മാത്രമല്ല പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റിയാണ്. ഇതുവരെയ്ക്കും ഉണ്ടാക്കാത്ത ഒരു ഐറ്റം ആണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്, എത്ര പെട്ടെന്ന് കഴിഞ്ഞു. രാവിലെ ഇപ്പോൾ 20 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തവരാണെങ്കിൽ തലേദിവസം രാത്രി ഇതെല്ലാം ഉണ്ടാക്കി റെഡിയാക്കി വെക്കാം. ഫ്രിഡ്ജിൽ വെക്കണമെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പേ തണുപ്പോട് കൂടി ഒഴിക്കരുത്. കുറച്ചൊന്ന് റൂം ടെമ്പറേച്ചറിലോട്ടായതിനു ശേഷം മാത്രമേ ഉണ്ടാക്കിയെടുക്കാവുള്ളൂ. ഇപ്പം ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവ് കുറച്ച് ബാക്കിയുണ്ട്. അത് ഞാനൊരു പാത്രത്തിൽ ഒഴിച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അതൊരു വൈകുന്നേരം ഡിന്നറിന് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നാളെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേറൊരു ഐറ്റം കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ആവശ്യമില്ലാതെ വന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് മുഴുവനും ഇപ്പോഴത്തെ ഒരു നേരത്തേക്കുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ട് ഒരു 7-8 റവദോശ ഉണ്ടാക്കിയെടുക്കാം. അതിപ്പം ദോശക്കല്ലിലൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ഇത് വെച്ചാൽ വലിയ ദോശക്കല്ലാണ്. ചെറിയ ദോശക്കല്ലാണെങ്കിൽ കൂടുതൽ എണ്ണ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇത് പോരാ, കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം ഡബിളാക്കി എടുത്തിരുന്നാൽ മതി. പിന്നെ ബാക്കി എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. നമ്മുടെ ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ റവദോശ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.